വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ് അഖില മിസ് ആണ്. സോ യെസ്, അടിപൊളിയായിട്ട് എന്റെ മക്കളൊക്കെ ഇതാ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരുന്നു നോ ദ ഡയറക്ഷൻ നോ അവർ ഹോംലാൻഡ് അല്ലെ, ദിക്കറിയാം നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിനി പഠിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും ഇല്ല അല്ലെ. അപ്പൊ എന്റെ മക്കൾ നോക്കിയേ, ഇതാ ഇവിടെ നിങ്ങൾ ഒരു ഭൂപടം കാണുന്നുണ്ട്, ഒരു മാപ്പ് കാണുന്നുണ്ട്. നമ്മുടെ കേരളമാണിത് അല്ലെ. അവിടെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് അറിയാം എന്താ ഡയറക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകൾ ഭാഗം നോർത്ത് വടക്കാണെന്ന് നമുക്കറിയാം. അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ, ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അത് സൗത്ത് തെക്ക് ഭാഗമാണ്. ഇനി ഇപ്പുറത്ത് കിഴക്കാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ്, ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാപ്പിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ സൂചിക ഇൻഡെക്സ് എന്റെ മക്കൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഇതാ കൃത്യമായിട്ട് ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലാവും ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് ഇതാ എന്തിനെയൊക്കെ കുറിച്ചാണ് ഇടാ പറയുന്നത്. നമ്മളുടെ യെസ് റിവർ ഉണ്ട് അല്ലെ. റിവർ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മുടെ നദികളും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കായലുകളെ പറ്റിയും ഒക്കെ ഇവിടെ ഇതാ എന്ത് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കുറേ നദികളൊക്കെ ഇതാ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം ഇതാ കിഴക്കോട്ട് ഒഴുകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കേരളം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് നദികളുണ്ട് അല്ലെ, ഒരുപാട് റിവേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം എത്ര എണ്ണം ഉണ്ട് എന്നാണ്. 44 റിവേഴ്സ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് 44 നദികൾ എവിടെയുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അതിനകത്ത് മെജോറിറ്റിയും കൃത്യമായിട്ട് പറഞ്ഞാൽ 41 എണ്ണവും എങ്ങോട്ടാണ്, 41 റിവേഴ്സ് ഫ്ലോ ടുവേർഡ്സ് ദ വെസ്റ്റ്. ആൻഡ് എത്ര എണ്ണം മക്കളെ, യെസ് 3 റിവേഴ്സ് ഫ്ലോസ് ടു ദ എങ്ങോട്ടാണ്, ഈസ്റ്റ് അല്ലെ. അതായത് 3 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്, കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ 44 നദികൾ കേരളത്തിലുണ്ട്. ആ 44 എണ്ണത്തിൽ 41 അല്ലെങ്കിൽ 41 റിവേഴ്സ് അല്ലെ, ഇത്രയും ആൾക്കാർ ഒഴുകുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ സൈഡ് എന്ന് പറയുമ്പോൾ അറേബ്യൻ സീ ഒക്കെ കാണുന്ന സൈഡാണ് അല്ലെ. ബാക്കി 3 ആളുകൾ എങ്ങോട്ടേക്കാണ് ഇടാ, അത് കിഴക്കോട്ടാണ്. അവരാരൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മുടെ കബനി ഉണ്ട്, ഭവാനി ഉണ്ട്, പാമ്പാർ ഉണ്ട്. മിസ് ഇത് അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 3 ആളുകളെയും. അപ്പൊ കബനി, ഭവാനി, പാമ്പാർ. പമ്പയല്ല പാമ്പാർ കേട്ടോ. അപ്പൊ കബനി, ഭവാനി, പാമ്പാർ ഇവർ 3 പേരും ഒഴുകുന്നത് എങ്ങോട്ടേക്കാണ്, ഇവർ 3 പേരും ടുവേർഡ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളാണെന്ന് നമ്മൾ ഓർത്തു വെക്കാം. ഇനി ഈ പറയുന്ന നദികൾ പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ അല്ലെ ജലസമ്പത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ ലേക്സ് അല്ലെ, കായലുകളുണ്ട്. അപ്പൊ കായലുകളുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്കറിയാം മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ടടാ, 34 ബാക്ക് വാട്ടേഴ്സ് അല്ലെ, 34 കായലുകളുണ്ട്. അതിനകത്ത് 27 എണ്ണവും എന്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സി അല്ലെങ്കിൽ എന്താണ് കടലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്ന് ഓർത്തു വയ്ക്കുക. അതിനകത്ത് 7 എണ്ണമാണ് എന്ത്, ഉൾനാടൻ ജലാശയം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇൻലാൻഡ് ബാക്ക് വാട്ടേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ആകെ ഉള്ളത് എത്ര എണ്ണമാണ്, 34 എണ്ണമാണ്. അതിനകത്ത് 27 എണ്ണവും, അതായത് കായൽ എന്ന് പറയുമ്പോൾ മിക്കവാറും എന്താണ് നമുക്കറിയാം അതിങ്ങനെ ഒഴുകി നടക്കുമൊന്നും അല്ല, അതിങ്ങനെ പരന്ന് കിടക്കുവാണ് ഒരു സ്ഥലത്ത് അല്ലെ. അപ്പൊ അത് കടലുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൽ 7 എണ്ണം മാത്രം ഇങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവരാണ് ഈ ശുദ്ധജലം അല്ലെങ്കിൽ എന്താണ് ഇൻലാൻഡ് അല്ലെ ബാക്ക് വാട്ടേഴ്സ്, ഈ ഉൾനാടൻ ജലാശയം എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിളിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ നദിയും കായലും തമ്മിലുള്ള വ്യത്യാസം, മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതും ഇത് തന്നെയാണ്. നദി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം മിക്കവാറും എന്താണ് കുന്നിൽ നിന്നോ അല്ലെങ്കിൽ മൗണ്ടെയിൻസ് അല്ലെ അവിടെ നിന്നൊക്കെ ഈ പറയുന്ന പോലെ ഉത്ഭവിച്ചുകൊണ്ട് ഒഴുകി വരുന്ന ആൾക്കാരാണ്. അതിങ്ങനെ നീളത്തിൽ ഒഴുകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബാക്ക് വാട്ടർ അല്ലെങ്കിൽ ലേക്സ് എന്ന് പറയുന്നത് എന്താണ്, ദേ സ്പ്രെഡ് ഔട്ട് എ വൈഡ് ഏരിയ അല്ലെ, അതിങ്ങനെ പരന്ന് കിടക്കുവാണ് ചെയ്യുന്നത്. യെസ് ദാ ഇവിടെ മലയാളവും മിസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പരന്ന് കിടക്കുവാണ് ചെയ്യുന്നത്. ആൻഡ് നീളത്തിൽ ഒഴുകുന്നത് നദി, പരന്ന് കിടക്കുന്നത് കായല്. അപ്പൊ ഉത്ഭവസ്ഥാനം നമ്മൾ പറഞ്ഞു, മിക്കവാറും നദികൾ എന്താണ് മലകളിൽ നിന്നൊക്കെ ഉത്ഭവിച്ചു വരുവാണ് അല്ലെ, ഉയർന്ന പ്രദേശത്ത് നിന്ന് വരുവാണ് ചെയ്യുന്നത്. പക്ഷെ കായലിന്റെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിങ്ങനെ ഒഴുകി പോവല്ല, പകരം എന്താണ് എർത്ത് സർഫസിൽ ഈ പറഞ്ഞ പോലെ ഒരു സമതല പ്രദേശത്ത് അതിങ്ങനെ എന്ത് ചെയ്യാണ്, പരന്ന് കിടക്കുവാണ് ചെയ്യുന്നത്. താഴ്ചയുള്ള ഒരു പ്രദേശത്ത് അതിങ്ങനെ എന്ത് ചെയ്യാൻ കിടക്കുന്നത്, പരന്ന് കിടക്കുവാണ് ചെയ്യുന്നത് അല്ലെ. ആ നേരത്തെ പറഞ്ഞ പോലെ നദികൾ എന്ന് പറയുമ്പോൾ മിക്കവാറും അതിനകത്തുള്ളതൊക്കെ എന്താണ് ശുദ്ധജലം അല്ലെങ്കിൽ ഉപ്പ് രസം ഇല്ലാത്ത വാട്ടർ ആണ് അല്ലെ. പക്ഷെ കായലിന്റെ പ്രശ്നം, അതായത് അത് ഈ പറയുന്ന നദികൾ എന്ന് പറയുന്നത് കടലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ആ ഒരു
സോൾട്ടി ടേസ്റ്റ് വരുന്നുള്ളൂ. അല്ലാത്ത കേസിൽ അത് സേഫ് ആണെന്ന് നമ്മൾ പറയാം അല്ലെ. അല്ലെങ്കിൽ അത് എന്താണ് ഈ പറയുന്ന പോലെ ഉപ്പ് രസമൊന്നും ഇല്ലാത്ത വെള്ളമാണ് നദികളിലുള്ളത്. പക്ഷെ കായൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നേരത്തെ കണ്ടു, ഭൂരിഭാഗം കായലും എന്താണ് കടലുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക. അതുകൊണ്ട് തന്നെ അതിനൊരു സോൾട്ടി ടേസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഉപ്പ് രസമുള്ള വെള്ളമാണ് ഉണ്ടായിരിക്കുക ഈ പറയുന്ന 7 എണ്ണത്തിൽ ഒഴിച്ചിട്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതാണ് നമ്മുടെ നദികളും കായലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. എഗെയിൻ ദാ മിസ് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പ്രാണ ബാച്ചിനെ പറ്റി. ഇപ്പൊ പ്രാണ ബാച്ചിൽ ഇതാ ഇപ്പോഴും നിങ്ങളുടെ ഓഫർ ഉണ്ട്. കാരണം അവസാന നിമിഷമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ മനസ്സിലും ചിന്തയുണ്ടാവും ഇനി ചേർന്നിട്ട് കാര്യമുണ്ടോന്ന്. ഇനി ചേർന്നാലും നിങ്ങൾക്ക് അവിടെ ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. കാരണം ആദ്യം മുതലുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റിവിഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ ഇതാ നമ്മുടെ ഈ പറയുന്ന CM കിഡ് സ്കോളർഷിപ്പ് എക്സാം, അത് പിന്നെ മിസ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓഫ് കോഴ്സ് അത് എഴുതുന്ന ആളുകളെല്ലാം തകൃതിയായിട്ട് പഠിക്കുന്ന ഒരു ടൈമാണത്. അവർക്കുള്ള ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇനി അതല്ലാത്തവർക്ക് പോലും ആനുവൽ എക്സാമിന് അല്ലെ, നമുക്കറിയാം മോഡൽ എക്സാമിനേഷൻ ഒക്കെ വേണം, എല്ലാം പാറ്റേൺ ഒക്കെ മാറിയിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അതൊക്കെയായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ പ്രാണ ബാച്ചിൽ എൻ ഗെയിം സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം പറ്റാവുന്ന ആളുകൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനി സ്പെഷ്യൽ ആയിട്ട് ഇതാ നേരത്തെ പറഞ്ഞ നമ്മുടെ CM കിഡ് സ്കോളർഷിപ്പ് എക്സാം അല്ലെ, നമ്മുടെ LSSന്റെ ബാച്ച്, ജ്വാല ബാച്ച് ഫ്രീ ബാച്ച് ആണ്, ഒരു പൈസയും ആവശ്യമില്ല. അപ്പൊ ഇനിയും അതിൽ കയറി നോക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ, എക്സാം എഴുതുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ മക്കൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അവിടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാമിനേഷൻ, ഒരു മോഡൽ എക്സാമിനേഷൻ അതിനും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ മക്കളെ അടിപൊളിയായിട്ടിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.